ഞങ്ങളുടെ കോഴി കണ്ടോ, പകല് മൊത്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വൈകുന്നേരമായ പിന്നെ പറയാൻ വേണ്ട, 4 മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന് നേരം വെളുത്ത പോലെ വൈകുന്നേരം ഫുൾ ടൈം ഇങ്ങനെ കോഴി പോയിക്കൊണ്ടിരിക്കും. അപ്പൊ 24 മണിക്കൂറും ഇപ്പൊ തന്നെ സമയം 9:30-10 മണി ആവാനായിട്ടുണ്ട്. അന്നേരവും കോഴി പോയിക്കൊണ്ടിരിക്കുക. നേരം വെളുക്കുമ്പോൾ തുടങ്ങുന്ന 4 മണിക്ക് തുടങ്ങുന്ന കേട്ടാ. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. രാവിലെ മുതൽ ഒരുത്തനെ ഞാൻ വിളിച്ചു. കോഴി പോകുന്നതുകൊണ്ട് മിക്കതും കേൾക്കത്തില്ല. രാവിലെ മുതൽ ഞാൻ ഒരുത്തനെ വിളിച്ച് മടുത്തിട്ടോ. ഇന്നലെ ആണെങ്കിൽ അവനാണെങ്കിൽ എപ്പോഴോ ആണ് അവൻ പിന്നെ കമ്പ്യൂട്ടർ റൂമിൽ നിന്ന് വന്ന് കിടക്കുന്നുണ്ട്. ഞാനാണെങ്കിലും ഇന്നലെ ഒത്തിരി ലേറ്റ് ആയി പോയിട്ടോ. ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങാൻ പ്ലാൻ ഇട്ടിരിക്കുമായിരുന്നു. പക്ഷെ കറക്റ്റ് 12 മണിയായപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു. പിന്നെ സംസാരിച്ച് 2:30 ടൈം നോക്കി ഇപ്പൊ ഞെട്ടിപ്പോയി. ഞാനാണെങ്കിൽ എത്ര ലേറ്റ് ആയിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിലും 6:30 എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ കണ്ണ് തുറന്നു പോകും എങ്ങനെയാണെങ്കിലും. അങ്ങനെ അപ്പൊ കണ്ണെല്ലാം ഇങ്ങനെ ഒരുമാതിരി ഉറങ്ങാത്തതുകൊണ്ട് പഴുത്തിരിക്കും പോലെയാണ് കേട്ടോ. അപ്പൊ രാവിലെ മുതൽ എനിക്ക് ഒത്തിരി സംഗതികൾ ഇന്ന് മേടിക്കാം. എന്റെ കുഞ്ഞു സംഗതികളാണ്, പക്ഷെ എനിക്ക് കുറേ സംഗതികൾ ഇന്ന് കുറേ കടകളിലേക്ക് കയറാനുണ്ട്. അതാണ് പ്രധാനമായിട്ട്. കൽപ്പറ്റയ്ക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കൊറിയർ വന്നിട്ടുണ്ട്, അതെടുക്കണം. അപ്പൊ ആ കൂടെ ഷോപ്പിംഗ് കൂടി ചെയ്യാൻ ഓർത്ത് ഞാൻ വെയിറ്റ് ചെയ്ത് പട്ടിണിയും പരിവട്ടമായിട്ട് ഇരിക്കുമായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പൊ ഇന്ന് നമ്മൾ പോവാണ്. അതുണ്ട്. പിന്നെ കുറേ സാധനങ്ങൾ, കുറച്ച് ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ മേടിക്കണം. അങ്ങനെയൊക്കെ നമ്മുടെ ഈ ഹാളിലേക്ക് ഉള്ള കുറച്ച് സാധനങ്ങൾ, ഡെക്കറേഷൻ സാധനങ്ങൾ മേടിക്കണം. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ, അങ്ങനെയുള്ള ദിവസങ്ങൾ. പിന്നെ നമ്മുടെ ക്ലോത്തിന്റെ ഷോപ്പിലൊന്ന് കയറണം. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ. അപ്പം പോവാണ്. ഇത് കണ്ടോ, ഞാൻ അടുത്തുനിന്ന് ക്യാമറയുടെ അടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ സെയിലാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ മെറ്റലിന്റെ അങ്ങനെ തിക്കായിട്ടുള്ള ഇങ്ങനെ നെക്ക് ചെയിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞില്ലേ, അങ്ങനത്തെ ഒരു മോഡൽ ഞാൻ ഇട്ടേക്കണേ. എന്ത് രസമാണെന്നറിയോ. നമുക്ക് ഏത് ഡ്രസ്സിന്റെ കൂടെ അങ്ങനെ കുറച്ച് കോഡ് സെറ്റിനൊക്കെ കഴുത്ത് കുറുകിയിട്ടുള്ള കോഡ് സെറ്റ് ഒക്കെ ഇല്ല, അതിന് ചിലപ്പോൾ ഇട്ടാൽ എന്താവും എനിക്കറിയത്തില്ല. അല്ലാത്ത ഏതിനാണെങ്കിലും നമുക്ക് ചോക്കർ ഇടാം. അതുപോലെ ഇങ്ങനെ ഹെവി മെറ്റൽ ആയിട്ടുള്ള ലെന്തി ആയിട്ടുള്ള ചെയിനും നമുക്ക് ഇടാം. നല്ലതായിട്ട് ചേരും, ഏത് ഡ്രസ്സിന്റെ കൂടെ ചേരും. ചുരിദാർ ആയിക്കോട്ടെ, സാരി ആയിക്കോട്ടെ, പലാസോ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ ചേരും. ജീൻസും ടോപ്പ് ആയിക്കോട്ടെ, എന്തിനാണെങ്കിലും ചേരും. അപ്പൊ അങ്ങനത്തെ ഹെവി മെറ്റലിന്റെ ഒരു ഇതാണ്. അടിപൊളിയാണ്. റിങ് ടൈപ്പ് എന്റെ മെറ്റല്, എന്നിട്ട് അതില് പിന്നെ സ്റ്റോൺ, അങ്ങനെയാണ്. അടിപൊളിയാണ്. അപ്പൊ ഞാൻ അടുത്ത ആഴ്ച ഇതെല്ലാം വീഡിയോ ഇടൂട്ടെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാം, ക്യാമറന്റെ അടുത്ത് കാണിച്ചു തരാം. അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ കുറച്ച് നല്ല പ്രൊഡക്റ്റുകളും പിന്നെ സ്റ്റഡുകളും, അത് ഹാങ്ങിങ്ങും ഉണ്ട്, അല്ലാത്ത സ്റ്റഡും ഉണ്ട്, ഇയർ സ്റ്റഡും ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഓർണമെന്റ്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഓരോന്നോരോന്ന് കൂട്ടി കൊണ്ടുവരാം. അത് നമ്മൾ അടുത്ത ആഴ്ച തുടങ്ങും കേട്ടോ. നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം വന്നിട്ടുണ്ട്. നമ്മളതെല്ലാം ഒന്ന് പാക്ക് ചെയ്യുന്ന തിരക്കിലൊക്കെയാണ്. എങ്ങനെയാണ്. അപ്പൊ നമുക്ക് രാവിലെ തന്നെ നേരെ ഷോപ്പിങ്ങിന് പോകാം. അവനിപ്പൊ ഞാൻ ബെഡേന്ന് എണീപ്പിച്ച് വിട്ടത്തേ ഉള്ളൂ. അപ്പൊ ഒന്നും കഴിച്ചിട്ടില്ല. ഇനിയിപ്പം പോകുമ്പോൾ അവിടെ നമുക്ക് എവിടെയെങ്കിലും കയറിയിട്ട് ഭക്ഷണം കഴിക്കണം ആദ്യം, എന്നിട്ട് നമുക്ക് ഷോപ്പിംഗ് എല്ലാം ചെയ്യണം. എന്നിട്ട് വൈകുന്നേരം വന്നിട്ട് എല്ലാം എടുത്തു വെക്കണം. ഇന്ന് മുതൽ മഴ തുടങ്ങുമെന്നാണ് കാലാവസ്ഥ പ്രവചനം. ശരിയാട്ടോ, ഇന്നലെ വരെ വെയിലായിരുന്നു. ഇപ്പൊ ഇതേ കാലാവസ്ഥ എല്ലാം മാറിയിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പ് നമുക്കൊരു വലിയ ഷോപ്പിംഗ് ഞാൻ പ്ലാൻ ഇട്ടിരുന്നതിൽ കുറച്ച് അധികം സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കുവാണെങ്കിൽ പിന്നെ എപ്പോഴും ഇങ്ങനെ പോകണ്ടല്ലോ. അങ്ങനെ മഴക്കാലത്തെ അങ്ങ് റിസീവ് ചെയ്തേക്കാം എന്നോർത്തിരിക്കുവാണ്. അപ്പൊ അതിനു വേണ്ടി പോവാം. അപ്പൊ ആ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇത് കണ്ടോ, ഞാൻ എപ്പോ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ കാണുന്നില്ലേ എന്റെ കയ്യില് ഇത്തരത്തില് ബാഗ്. ഞാൻ അത്യാവശ്യം വലിയ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ബാഗ് എടുക്കും. ഇത് കണ്ടോ, ഇത് നമ്മൾ സെയിൽ ചെയ്യുന്ന ബാഗ് കേട്ടോ. നല്ല പ്യോർ ലെതറിന്റെ ആണ്. അടിപൊളിയാണ്. ഇതിന്റെ സിപ്പ് നല്ല ക്വാളിറ്റിയാണ്. ഇതിന്റെ ഏറ്റവും വലിയതാ 3 കമ്പാർട്ട്മെന്റ് ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. 3 നല്ല വൈഡ് വലിയതായിട്ട് നല്ല വലിപ്പത്തിൽ എല്ലാ സാധനവും വെക്കാം. 2, 3 എണ്ണം ഉണ്ട്. അത് സിപ്പൊക്കെ അടിപൊളിയാണ്. നമ്മുടെ ഇവിടെ തന്നെ പറഞ്ഞിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നതാണ് കേട്ടോ, ഒരു ഷോപ്പുകാരനെ കൊണ്ട്. എനിക്ക് വേണ്ടിയിട്ട് ആ പയ്യൻ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തരുന്നത്. അപ്പം അടിപൊളിയാണ്. ഞാൻ പറഞ്ഞു കൊടുത്ത മോഡലിൽ തന്നെ അവനെല്ലാം ചെയ്തു തരും. ഇതിന്റെ ഗോൾഡനും ഉണ്ട്, ഇങ്ങനത്തെ ഈ ഒരു സ്റ്റോണും ഉണ്ട്. മെറ്റൽ സ്റ്റോൺ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ, അതങ്ങനെ. പിന്നെ സൈഡിലും മെറ്റൽ സ്റ്റോൺ ഉണ്ട്. പിന്നെ നല്ല പ്യോർ ലെതറിന്റെ ആണ്. അടിപൊളിയാണ്. ഞാൻ ഇപ്പൊ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇങ്ങനത്തെ ബാഗുകൾ എടുത്തേക്കുന്നത് കണ്ടിട്ടില്ലേ. ഇതിലാകുമ്പോൾ നമുക്ക് ഒത്തിരി സംഗതികൾ അറ്റ് എ ടൈം വെക്കാം. ടിഷ്യൂ വെക്കണം, പിന്നെ നമ്മുടെ പേഴ്സ് വെക്കണം, ഫോൺ 1-2 ഫോൺ ഉണ്ടാവും, നമ്മൾ ഷൂട്ട് ചെയ്യുന്നതും അല്ലാത്തതൊക്കെ ഫോൺ ഉണ്ടാവും. അങ്ങനെ ഒത്തിരി കൊണ്ടാൻ വേണ്ടി സാധനങ്ങൾ ഉണ്ടാവും നമുക്ക് എവിടേക്കെങ്കിലും പോകുമ്പോൾ. ലേഡീസിന്റെ ഇതല്ലേ. അങ്ങനെ നമ്മൾ ഈ കുഞ്ഞ് പിന്നെ ഷോൾഡർ ബാഗ് എടുത്ത് പോകുമ്പോൾ നമുക്ക് പകുതി വഴിക്കുന്ന കുറെ ആവശ്യങ്ങളുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ അത്യാവശ്യം വലിയ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇങ്ങനത്തെ ബാഗ് എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സ്റ്റാൻഡേർഡും ഉണ്ട്. അപ്പൊ ഇതിന്റെ ഡിഫറെന്റ് കളറുകൾ നമ്മൾ എടുത്തിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒത്തിരി റേറ്റും ഇല്ല. നിങ്ങൾ എന്റെ കാറ്റലോഗ് നോക്കിയിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ടു കേട്ടോ. വാട്സപ്പ് നമ്പറാണിത്. അപ്പൊ നമുക്ക് കുറെ പ്രൊഡക്റ്റ് ഉണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, കസ്തൂരി മഞ്ഞളും ഫേസ് പാക്കും മില്ലറ്റ്സും കുടിക്കാനും കഴിക്കാനും
ബോഡി മോയ്സ്ചറും ലിപ്സ്റ്റിക്. ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക് നമ്മുടെ വിവാക്സിന്റെ കേട്ടോ, കാരണം നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഫുഡ് കഴിക്കും, അപ്പോൾ ഒക്കെ ഉള്ളിലൊക്കെ പോകും, അപ്പൊ ലിപ്സ്റ്റിക് എപ്പോഴും കഴുകിക്കളയാൻ പറ്റില്ല. അപ്പൊ ഇതാകുമ്പോൾ നമുക്ക് സേഫ്. അങ്ങനെയുള്ള ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാം ഉണ്ട് കാറ്റലോഗിലേക്ക് വരും കേട്ടോ. അപ്പൊ ഇനി പോട്ടെ കേട്ടോ, അവനെ കുത്തിപ്പറക്കി എടുത്തോണ്ട് പോട്ടെ. എന്നിട്ട് മഴയ്ക്ക് മുമ്പ് തിരിച്ചു വരുന്നതാണ് ആഗ്രഹം. എന്താവും അറിയത്തില്ല, കുറേ കടകളിലേക്ക് എനിക്ക് കയറാനുണ്ട്. എനിവേ പോയിട്ട് വരാം. പറ്റിയ ഞാനെല്ലാം ഷൂട്ട് ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ, ഒരു സെറ്റ് വെള്ള റോസ. ഇത് വള്ളി റോസയാണ്. നമ്മുടെ റംഗൂൺ ക്രീപ്പറും അതുപോലെ തന്നെ നമ്മുടെ മണിമുല്ലയുണ്ട്, അതിന്റെ കൂടെ തന്നെ കയറ്റി വിട്ടേക്കുന്നതാണ്. നിറച്ചടയ്ക്ക് ഒറ്റ ഇങ്ങനെ ഒരു കട്ട കൊല, ഒരു കൊല അങ്ങനെ വിരിയോട്ട്. ഇപ്പൊ ദേവരണം വെച്ച് 1-2 ദിവസമായി വിരിഞ്ഞിട്ട്. ഇപ്പൊ 2 ദിവസമായിട്ട് നിൽക്കുള്ളൂ. മഴ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചാടിപ്പോകും. ഇത് ഇതേ കാസ്ക്ലോയിന്റെ ആണ്. കാസ്ക്ലോയിന്റെ ഇതാ നല്ല പച്ച കളറാണ്, ഒരു സ്പെഷ്യൽ പച്ച കളർ. അതിന് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ചെടി നടാൻ ഏറ്റവും ബെസ്റ്റ് ടൈം. വലിയ മഴ തുടങ്ങിയിട്ടുമില്ല, എന്നാൽ മഴയുണ്ട് താനും പിടിച്ചും കിട്ടും. അപ്പൊ നമ്മുടെ അടുത്ത് കുറേ നല്ല ടൈപ്പ് പിന്നെ ക്രീപ്പർ പ്ലാന്റുകളുണ്ട് കേട്ടോ. മണിമുല്ലയുണ്ട്, കാസ്ക്ലോയ് ഉണ്ട്, റംഗൂൺ ക്രീപ്പർ ഉണ്ട്, അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കാറ്റലോഗിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ, വന്ന് നോക്കിക്കോളൂ കേട്ടോ. അടിപൊളിയായിട്ട് കുറേ ഉണ്ട്. അങ്ങനെ നമ്മൾ കൽപ്പറ്റ ജാംജൂമിലെത്തി. അവിടെ നമ്മൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും മേടിച്ചു. നട്ട്സും മുന്തിരി അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടുന്ന്, ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇവിടുന്ന് തന്നെയാണ് കേട്ടോ മേടിക്കുന്നത്. മോസ്റ്റ്ലി ഞങ്ങൾ വലിയ ഷോപ്പിങ്ങിന് ഇങ്ങോട്ടേക്ക് തന്നെയാണ് വരുന്നത്. എല്ലാം ഒരു കുടക്കീഴിൽ തന്നെ കിട്ടും, അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്നാണ് മേടിക്കുന്നത്. പിന്നെ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളുണ്ട്. ചോക്ലേറ്റ് ഇല്ലാതെ നമ്മുടെ ഷോപ്പിംഗ് കംപ്ലീറ്റ് ആവില്ല, അതുകൊണ്ട് നമ്മൾ ചോക്ലേറ്റും കൂടി എടുത്തു. അങ്ങനെയാണ്. അപ്പോൾ അത്യാവശ്യ സാധനങ്ങളെല്ലാം എടുത്തു. ഇനി നമ്മൾ ബിൽ സെക്ഷനിലേക്ക് വന്നു. ബില്ല് കൂട്ടി. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇവിടുത്തെ പയ്യന്മാർ തന്നെ നമുക്ക് കൊണ്ടുവച്ച് തരും കേട്ടോ. അങ്ങനെ ഒരു ഉപകാരമുണ്ട്. എനിക്കാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ട്രോളി ഒന്നും ഭയങ്കര ഈസിയാണ്, പക്ഷേ ഈ ഇവിടുത്തെ ട്രോളികളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ടല്ല മൂവ് ചെയ്യുക. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്രോളി എന്തിക്കൊണ്ട് പോകാറ്. ഇവിടുത്തെ പയ്യന്മാർ ഇങ്ങനെ കൊണ്ടു തന്നോളൂ കേട്ടോ. ഇവർക്ക് പുതിയതാണെന്ന് തോന്നുന്നു. യൂഷ്വലി നമ്മളിവിടെ വരുമ്പോൾ സാധാരണ കാണുന്ന പയ്യന്മാരെ അല്ല ഇന്ന് കണ്ടത്. അതിൽ ഒരാളെന്നോട് ചോദിക്കുന്ന ചോദ്യം കേട്ടോ, എടുക്കാവോ? അവൻ വരണം, ഒരു സീറ്റ് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ അല്ലാത്ത നടുക്കത്തെ സീറ്റ് വെക്കാം. ഇത് ഇച്ചിരി മാറ്റിക്കുമ്പോ ഏതാ അതോ അല്ലാതെ എന്റെ മോനാ. ഞങ്ങളിവിടെ സ്ഥിരം വരുന്നതുകൊണ്ട് അവിടെയുള്ള മിക്കവർക്കും നമ്മളെ അറിയാം കേട്ടോ. ഇത് പുതിയവരാ തോന്നുന്നു. അതിലാ പയ്യൻ ചോദിക്കുക കൂടെയുള്ളത് ആരാ, ഹസ്ബൻഡാണോ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, മോനാന്ന് പറഞ്ഞു. ഇനി എവിടെ നമ്മൾ ഇറങ്ങി. ഇനി നമുക്ക് അടുത്തത് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാന്നുള്ളതാണ്. നമ്മൾ കൽപ്പറ്റ വന്നിട്ടുണ്ടെങ്കിൽ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നല്ല റെസ്റ്റോറന്റ് ഉണ്ട്, പുതുതായിട്ട് തുടങ്ങിയേക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഇവിടെയാണ് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ദൂരെയുള്ള സ്ഥലത്തായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെയാണ് അധികവും വരുന്നത്. അടിപൊളിയാണ് ഇവിടുത്തെ ഫുഡും പിന്നെ ആംബിയൻസും ഒക്കെ. അപ്പൊ നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് ശരിക്കും വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അശ്വിനാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ രാവിലെ എണീറ്റപ്പോൾ ഞാനൊരു 6:30 ആയപ്പോൾ എണീറ്റതാണ്. അന്നേരം എന്തുകൊണ്ടൊക്കെ കഴിച്ചു, റസ്ക് ഒക്കെ എടുത്ത് കഴിച്ചു, അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ അപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വരുമ്പോൾ തന്നെ നല്ല മന്തിന്റെയും ഇതിന്റെയൊക്കെ സ്മെല്ല് വരുന്നു. അതും കൂടി ആയപ്പോൾ നമ്മുടെ വിശപ്പ് ഇരട്ടിയായി. എനിവേ അവൻ ഒന്നുകിൽ പൊറോട്ട അല്ലെങ്കിൽ കുഴിമന്തി, ഇതൊക്കെയാണ് അശ്വിന്റെ സ്ഥിരം കൊടുക്കുന്ന ഓർഡർ. ഞാനിപ്പം ഈ അടുത്ത് എപ്പോൾ ഹോട്ടലിൽ കയറിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ പനീർ കറിയും അതുപോലെ തന്നെ ബട്ടർ നാനുമാണ് കേട്ടോ. അതെന്താണെന്ന് അറിയില്ല, ഇപ്പൊ ഭയങ്കര അഡിക്ഷൻ ആണ് അതിനോട്. അപ്പം അതൊക്കെ ഓർഡർ കൊടുത്തു. താഴേക്ക് നോക്കുമ്പോൾ കണ്ടോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാർ കിടക്കുന്നു. ഇങ്ങനെ പിക്ചറിലൊക്കെ കാണുന്ന അതേപോലത്തെ ഒരു ലുക്ക്, വിന്റേജ് കാറാന്ന് ആശം പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നിയിട്ട് അപ്പം അങ്ങനെ അവിടെ ഇരുന്ന് പിന്നെ വിശേഷങ്ങളും നമ്മുടെ ബിസിനസ്സിന്റെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും ഒക്കെ പറയായിരുന്നു. ആ കൂടെ ഞാൻ അവനോട് പറയായിരുന്നു, നീ വരുന്നതിന് മുമ്പ് പുള്ളിക്കാരനോട് ചോദിച്ചു ഇത് ഹസ്ബൻഡാണോ എന്ന് ചോദിച്ചു. എനിവേ നമ്മുടെ വിവാക്സിന്റെ ബോഡി മോയ്സ്ചർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് നന്നായിട്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ചുളിവൊക്കെ മാറുന്നതുകൊണ്ടാണ് അങ്ങനെ പിന്നെ നിന്നെ കണ്ടിട്ട് ഹസ്ബൻഡാണോ എന്ന് ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കമന്റ് ഒക്കെ പറയായിരുന്നു കേട്ടോ. അപ്പം ഇതിനും ഒത്തിരി വത്തവണ നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവനത് അത്ര ഒത്തിരി ഒന്നും അല്ല കേട്ടോ. അങ്ങനെ എനിവേ നമ്മളവിടെ ഇരുന്ന് ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇനി കുറെ സാധനങ്ങൾ മേടിക്കാനുണ്ട് കേട്ടോ. അപ്പം
അതിലേക്ക് ആ ഷോപ്പുകളിലേക്കൊക്കെ പോകണം. അവിടെ ഇരിക്കുമ്പോൾ മഴയില്ലായിരുന്നു, പക്ഷെ മഴക്കാലമാണ്, ഇപ്പോൾ വേണേലും മഴ പെയ്യാം. അതിനു മുമ്പ് വലിയ കാറ്റും മഴയും വരുന്നതിന് മുമ്പ് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഇന്ന് അവിടെ വലിയ തിരക്കില്ലായിരുന്നു. സാധാരണ ഇവിടെ വരുമ്പോൾ സീറ്റ് കിട്ടാത്ത വിധത്തിൽ ഭയങ്കര തിരക്കുള്ള അന്തരീക്ഷം കാണാം കേട്ടോ. എനിവേ നമ്മുടെ ബട്ടർ നാനും പിന്നെ നമ്മുടെ ബട്ടർ പനീർ മസാലയും വന്നു. ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് പിന്നെ അത്രയും ക്വാളിറ്റിയുള്ള നല്ല ഫുഡ് കിട്ടും കേട്ടോ, ടേസ്റ്റി ഫുഡ് കിട്ടും. അവൻ കുഴിമന്തിയാണ് പറഞ്ഞത്, അത് കഴിച്ചു ഞാൻ. നമ്മുടെ ബട്ടർ നാനും നമ്മുടെ പനീർ കറിയും ആസ്വദിച്ച് തന്നെ കഴിച്ചു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ്. പിന്നെ ഒരു ബ്ലാക്ക് ടീ ഒക്കെ മേടിച്ച് കുടിച്ചു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നമുക്ക് നേരെ താഴെ ഇറങ്ങി പോരാം. അശ്വിന്റെ സീരിയസ് സ്വഭാവമാണ് കേട്ടോ. ബില്ല് ഇങ്ങനെ നോക്കി ഒരേ ഹോട്ടലിൽ ഒരേ ഫുഡിന് എത്രയാണെന്നുള്ളത് കമ്പയർ ചെയ്ത് എന്നിട്ട് നമ്മളോട് ഇങ്ങനെ പറയും കേട്ടോ, ആ ഹോട്ടലിൽ അത്രയാണ്, ഈ ഫുഡിന് ആ ഹോട്ടലിൽ അത്രയാണ്, അങ്ങനെ പറഞ്ഞ് അത് പഠിച്ചുകൊണ്ട് നടക്കാന്ന് പറയുന്നത് ഇവന്റെ ഒരു ഹോബിയാണ് കേട്ടോ. അങ്ങനെ എനിക്ക് ഈ കാർ ഭയങ്കര രസമായിട്ട് തോന്നിയിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല കളർഫുൾ ആയിട്ട് കിടക്കുന്നു. അങ്ങനെ ഇനി നമുക്ക് എന്തായാലും പോകാം, മഴയില്ല. പക്ഷെ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും മഴ പെയ്ത. ഇപ്പൊ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ പറയുക മഴ തൂളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല മഴയിലേക്ക് വരും. എനിക്ക് ഇനിയും കുറെ സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഈ പിന്നെ മഴക്കാലവും കൂടി ആകുമ്പോൾ നമുക്ക് എല്ലായിടത്തും ഒന്നും കാറ് പാർക്ക് ചെയ്ത് ഇറങ്ങൽ കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ. അങ്ങനെ ഇപ്പൊ മഴയ്ക്ക് മുമ്പ് നല്ല കാറ് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എനിക്ക് കുറച്ച് അത്യാവശ്യമായിട്ട് കുറച്ച് കർട്ടൻ മേടിക്കാനുണ്ട്. അപ്പം ഒരു ക്ലോത്ത് ഷോപ്പ് ഉണ്ട് അവിടെ, മഹാറാണി സിൽക്സ്. അപ്പൊ അങ്ങോട്ടേക്ക് പോകാമെന്നോർത്ത് ഇനി ആദ്യം അത് നടക്കട്ടെ എന്നോർത്തു അങ്ങോട്ടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സന്തോഷത്തിന്റെ ചിരി കണ്ടോ, വയറ് നിറഞ്ഞപ്പോൾ. ശരിക്കും എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. വിശന്ന് കഴിഞ്ഞാൽ പിന്നെ എന്നെ ഒന്നിനും കൊള്ളൂല, ഞാൻ തളർന്ന പോലെ ആവും, മെന്റലി ഫിസിക്കലി ഒക്കെ തളർന്ന പോലെ ആവും കൂട്ടും. അങ്ങനെയാണ്. എനിവേ ഭക്ഷണമൊക്കെ കഴിച്ചപ്പം വീണ്ടും നമ്മുടെ എനർജി ഒക്കെ തിരിച്ചു വന്നു, സന്തോഷമായി. ഇനി നമ്മൾ നേരെ ക്ലോത്തിന്റെ ഷോപ്പിൽ പോയിട്ട് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നമ്മുടെ ഡെക്കറേഷന്റെ സാധനങ്ങളൊക്കെ ഞാൻ പ്ലാൻ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം മേടിക്കണം. അങ്ങനെ ഓരോന്നോരോന്നായിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ മഹാറാണി സിൽക്സിലേക്ക് വന്നു. ഇവിടെ എനിക്ക് കുറച്ച് കർട്ടൻ മേടിക്കാനാണ് മെയിനായിട്ട്. പിന്നെ ഞാനിവിടെ 1-2 സാരി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എന്തോ ആവശ്യത്തിനോട് വന്നപ്പോൾ. അതും കൂടി മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെയാണ്. നല്ല ഡിസൈനുള്ള നെറ്റ് സാരി കിട്ടും ഇവിടെ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് ഡെക്കറേഷൻ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നു. ഞാൻ എവിടെ ഇറങ്ങിയാലും എല്ലാം നോക്കി കണ്ടും വെക്കും കേട്ടോ, ഒരേ കടയിൽ എന്തൊക്കെയുണ്ട് ഏതൊക്കെയാന്നൊക്കെ. പിന്നെ ഒരു ആവശ്യം വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് സഡൻലി അത് ഓർമ്മ വരും. അങ്ങനെയാണ്. ഇപ്പം എനിക്ക് വരാന്തയിൽ കുറച്ച് കല്ലുകൾ, വെള്ളക്കല്ലുകൾ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം എനിക്കറിയാം ഈ ഷോപ്പിൽ ഞാനത് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു. ഹാർഡ്വെയറിൻ്റെ ഷോപ്പാണ് ആക്ച്വലി ഇത്. ഇവിടെ പക്ഷേ ഈ കല്ല് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇങ്ങനത്തെ വെള്ളക്കല്ലുകൾ ഭയങ്കര ഭംഗിയാണ് കൂട്ടുകാരെ. ഇന്റീരിയർ ആയിട്ട് എക്സ്റ്റീരിയർ ആയിട്ട് എവിടെയാണെങ്കിലും ഭയങ്കര ഭംഗിയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ. അങ്ങനെ അപ്പം പിന്നെ അവിടുന്ന് കുറെ വെള്ളക്കല്ലുകൾ അത്യാവശ്യം വിലയാകും കേട്ടോ. ഒരെണ്ണം തന്നെ എടുത്താൽ 1 കിലോയാവും. അങ്ങനെ കിലോ കണക്കിനാണ് ഇവിടെ വിലയും. അപ്പം ഞാൻ ആവശ്യത്തിനില്ല എന്നാലും കുറച്ചെടുത്തു വെള്ളക്കല്ല്. മറ്റേ പാറക്കല്ല് എൻ്റെ അടുത്തുണ്ട് ഓൾറെഡി, പുഴയിൽ നിന്ന് പറക്കിയ പാറക്കല്ലുകൾ. അല്ലാത്ത ഉരുളൻ കല്ലുകൾ എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. വെള്ളക്കല്ല് കുറേ ഉണ്ട്, എന്നാലും കുറച്ചും കൂടി എനിക്ക് ഇച്ചിരി വലിപ്പമുള്ളത് എനിക്ക് എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഇത് വലിപ്പമുള്ളതും കൂടി വേണമെന്ന് ഓർത്തു. അങ്ങനെ കുറച്ച് മേടിച്ചു. അങ്ങനെയാണ്. അശ്വിൻ പിന്നെ എൻ്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് എല്ലാം ഒന്നും എതിര് പറയുന്ന കൂട്ടത്തിലല്ല കേട്ടോ. എന്തൊക്കെയാണെങ്കിലും അത് ഓക്കെ എന്നുള്ള മട്ടിൽ തന്നെ നിൽക്കും, ഒന്നും ചൊറിഞ്ഞുകൊണ്ട് പറയത്തില്ല. അത് ഭയങ്കര സമാധാനം കേട്ടോ. അതുകൊണ്ട് എനിക്ക് എൻ്റെതായ ഒരു ഡ്രീം ലൈഫ് ഇങ്ങനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒന്നും ഇങ്ങനെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യോ ചൊറിയോ ഒന്നുമില്ല കേട്ടോ. അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, അമ്മേൻ്റെ പൈസ അമ്മ എന്തെങ്കിലും ചെയ്തോ, അങ്ങനെ ഒരു പോളിസിയാണ് അവൻ്റെ. അതെനിക്ക് ഭയങ്കര സമാധാനം തരും ഇപ്പോൾ കേട്ടോ. മുന്നോട്ട് എന്താവും അറിയത്തില്ല. എനിവേ അങ്ങനെ അപ്പം നമ്മൾ അതൊക്കെ മേടിച്ചു. മഴ തൂളി തുടങ്ങിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നേരെ പോവാം. അപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും സങ്കടം വന്ന് ഈ വഴിക്ക് പോകുമ്പോഴാണ് ഞാൻ ഹാളിലേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് സിമെന്റിന്റെ ഇങ്ങനെ മേക്ക് ചെയ്തിട്ട് അതിൽ പെയിന്റ് അടിച്ചിട്ട് കൊക്കും മാനും അങ്ങനത്തെ കുറേ കൂണ് അങ്ങനെയൊക്കെ കുറേ അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ, പക്ഷെ ഭയങ്കര റിയാലിറ്റി തോന്നുന്ന സാധനങ്ങളുണ്ട്. അത് ഈ വഴിക്കാണ്. അവിടെ നിർത്താനേ പറ്റത്തില്ല. അത് ഈ ഹിന്ദി പയ്യന്മാരുണ്ടാക്കി അവിടെ ഇങ്ങനെ പൊതുവഴിക്ക് ഇങ്ങനെ വെച്ചിട്ട് വിൽക്കുന്നത്. അവിടെ നമുക്ക് നിർത്താനോ ഇറങ്ങാനോ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. കഷ്ടകാലത്തിന് എൻ്റെ കാറിൽ കുടയിരിപ്പില്ല. അപ്പൊ അങ്ങനെ ഒരു തരത്തിൽ അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ അടുത്തത് ഇവിടെയാണ്. അത് കണ്ട് നിരാശപ്പെട്ട് ഈ കൊടും വഴിയിൽ നമ്മൾ തിരിച്ചു പോന്നു. അത് മേടിക്കാനും കൂടി ഞാൻ ഇന്ന് പോയത്. ഞാൻ പറഞ്ഞില്ലേ ഹാളിൽ ഡെക്കറേഷൻ തിങ്സ് മേടിക്കാൻ വേണ്ടി പോവാന്ന്. അപ്പൊ അതെനിക്ക് ഭയങ്കര വിഷമമായി. അത് ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് വരുമ്പോൾ മേടിക്കാം എന്നോർത്തു. അവിടുന്ന് നേരെ വിട്ടു. നല്ല മഴ കേട്ടോ. ആ കൂടെ പാട്ട്, കാറിലെ പാട്ട് നല്ല രസമാണ്. അങ്ങനെ ഒരു ആംബിയൻസിൽ നമുക്ക് പോരാനൊക്കെ നല്ലതാണ്. പിന്നെ നമുക്ക് കൊറിയർ വന്നത് എടുക്കാനുണ്ടായിരുന്നു. സ്പീഡ് ആൻഡ് സേഫ് കൊറിയറിൽ പോയി. അവിടെ നിന്ന് എനിക്ക് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം എടുത്തു വെക്കണം. അവിടെ വന്നപ്പോഴത്തേക്കും കുറച്ച് മഴയൊക്കെ തോർന്നിട്ടുണ്ട്. തിരിച്ചങ്ങനെ വീട്ടിലേക്ക് എത്തിക്കൂട്ടരെ. വഴിക്ക് 1-2 സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചു. അങ്ങനെ ഇനി എല്ലാം എടുത്തു വെച്ച് വരാന്തയിലൊന്നും എടുത്തു വെക്കും, പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തു വെക്കും, പിന്നെ ഇവിടുന്ന് ഞാൻ നമ്മുടെ കിച്ചൺ ടേബിളിലേക്ക് എടുത്തു വെക്കും. പിന്നെ ഞാൻ ഓരോന്ന് തുറന്ന്
ഓരോന്നിന്റെ സ്ഥലത്ത് എടുത്ത് വെക്കും. ഇതൊക്കെയാണ് എന്റെ. അപ്പൊ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്നു. കൽപ്പറ്റ നല്ല മഴയായിരുന്നു കേട്ടോ. പക്ഷെ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് മഴ കുറവുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും ജസ്റ്റ് തൂളിയിട്ടേ ഉള്ളൂ. അത് സമാധാനം. അപ്പൊ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ കാറേ നല്ല എടുത്ത് ആദ്യം വരാന്തേ വെക്കും. അത് ഞാൻ വരാന്തേന്നെല്ലാം കെട്ടി വലിച്ചുകൊണ്ട് വന്ന് നമ്മൾ അടുക്കളയിൽ കൊണ്ട് വെക്കും. ഇനി എന്നിട്ട് ഞാൻ നിലത്ത് നല്ല എടുത്തിട്ട് നമ്മുടെ കിച്ചൺ ടേബിളിൽ വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോന്ന് തുറന്ന് എല്ലാ അതാത് സ്ഥലത്ത് എടുത്ത് വെക്കും. എക്സ്ട്രാ ഒക്കെ സാധനങ്ങൾ മേടിക്കുന്നതെല്ലാം നമ്മൾ അലമാരിയുണ്ട് സെക്കൻഡ് അടുക്കളയിൽ, അങ്ങോട്ടേക്ക് എടുത്ത് വെക്കും. അങ്ങനെ ഓരോന്ന് അറേഞ്ച് ചെയ്ത് വെക്കും. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ മുഖമൊക്കെ ഒന്ന് കഴുകി ഡ്രസ്സൊക്കെ അലക്കാനിട്ട് എന്നിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് നേരെ ചായ വെക്കും. ഇന്ന് ബ്രെഡ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതും ചായയും കൂടി കഴിക്കാന്ന് ഓർക്കാം. പാലും മേടിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഇതൊക്കെ ഇന്ന് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായി. അങ്ങനെ ഇപ്പൊ നമ്മൾ 2 ദിവസം മുമ്പ് ഞാൻ ഓൾറെഡി കുറച്ച് വെജിറ്റബിളും കാര്യങ്ങളൊക്കെ മേടിച്ചായിരുന്നു. പിന്നെ ഇന്ന് അല്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ കപ്സ റൈസും മന്തി റൈസും പൊന്നിയരി അങ്ങനത്തെ ഒക്കെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ അധികം ഒന്നും കുക്ക് ചെയ്യത്തില്ല. നമ്മൾ പുറമേന്ന് ഓൾറെഡി കഴിച്ചാണല്ലോ ഹെവി ആയിട്ട്. അപ്പൊ ഡിന്നർ ജസ്റ്റ് എന്തെങ്കിലും മുട്ട ഫ്രൈ ചെയ്യോ, അങ്ങനെ ചമ്മന്തി അരയ്ക്കോ, അങ്ങനെയൊക്കെ ചെയ്യും. അത്രയൊക്കെ ഉള്ളൂ. ചറക്ക് എടുക്കും. അങ്ങനെ നാളെ ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യും. ഇനി ഒരു 2-3 ദിവസത്തേനുള്ള നാളെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്യും. അപ്പൊ പറ്റി ഞാൻ ഷൂട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് കൂട്ടുകാരെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഷോപ്പിംഗ് ഡേ എന്ന് പറയുന്നത്. സാധാരണ ഷോപ്പിങ്ങിനൊക്കെ പോയി വന്നാൽ ചിലപ്പോൾ മിക്കപ്പോഴും എനിക്ക് മൈഗ്രെയിൻ ഉണ്ടാവട്ടെ യാത്ര ചെയ്താൽ. ഇന്ന് ഭാഗ്യത്തിന് മൈഗ്രെയിൻ ഇല്ല. അതുകൊണ്ട് എനിക്ക് സമാധാനത്തോടെ എല്ലാം ഒക്കെ എടുത്തു വെക്കാം. അങ്ങനെയാണ്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ രാത്രി പ്രിപ്പറേഷൻ ആയല്ലോ. അങ്ങനെയൊക്കെയാണ്. നാളെ നമുക്ക് കൊറിയർ വിടാനുണ്ട്. ഇന്ന് നമ്മൾ കൊറിയർ വിട്ടിട്ടില്ല. അപ്പം അതിന്റെ സ്ലിപ്പെല്ലാം എടുക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ പ്രൊഡക്റ്റ് ആവശ്യമുണ്ട്. ഒത്തിരി ഓർഗാനിക് പ്രൊഡക്റ്റുകളുണ്ട്. നമുക്ക് കറിമഞ്ഞളും കസ്തൂരി മഞ്ഞളും പിന്നെ കോഫി ക്യൂബ്സും അങ്ങനെ എല്ലാം നമ്മുടെ അടുത്തുണ്ട്. ഗീ ഉണ്ട്, ഹണി ഉണ്ട്, എല്ലാം ഓർഗാനിക് ആയിട്ടുള്ള നമ്മുടെ അടുത്തുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് പോന്നോളൂ കേട്ടോ. വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എനിക്ക് എന്തായാലും ലൈക്ക് വേണം, കമന്റും വേണം, ഷെയറും വേണം കേട്ടോ. നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് ഒത്തിരി വ്യൂസ് ഇല്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പൊ എനിക്ക് വീഡിയോ ചെയ്തിടാൻ തോന്നത്തില്ല. അതാണ്. അപ്പൊ എനിക്കൊന്ന് ലൈക്ക് കമന്റ് ഒക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ വീഡിയോസ് ഒക്കെ ഓടിക്കോളും, ഷെയർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ. അപ്പൊ അങ്ങനെയാണ് കേട്ടത്. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ സ്റ്റേ ഹെൽത്തി. ബൈ ബൈ.